പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് FC ഗോവയുടെ വിദേശ താരങ്ങളെ ഒന്ന് പരിചയപ്പെടാം. 4 പുതിയ താരങ്ങളെ സൈൻ ചെയ്ത അവർ 2 താരങ്ങളെയാണ് നിലനിർത്തിയത്. FC ഗോവ സൈൻ ചെയ്ത ഒരു വിദേശ താരം സ്പെയിൻകാരനായ ബോർജ ഹെരേരയാണ്. 31 വയസ്സാണ് പ്രായം. മിഡ്ഫീൽഡറാണ് താരം. യൂണിയൻ വിയേര, ലാസ് പാമാസ്, റയൽ വയോളിഡ് എന്നീ സ്പെയിൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയും ഇസ്രായേലിലെ മക്കാബി നെതന്യു എന്നിങ്ങനെ നിരവധി ക്ലബ്ബുകളിൽ അദ്ദേഹം കളിച്ചു. 2022-23 സീസണിൽ ഹൈദരാബാദ് FCയിലൂടെയാണ് ISLൽ എത്തുന്നത്. പിന്നീട് ഈസ്റ്റ് ബംഗാളിലും കളിച്ചു. ഈ സീസണിലാണ് ഗോവയിലെത്തിയത്. ഈസ്റ്റ് ബംഗാളിനൊപ്പം അദ്ദേഹം സൂപ്പർ കപ്പ് നേടിയിട്ടുണ്ട്. FC ഗോവയുടെ അടുത്ത വിദേശ സൈനിങ്ങാണ് സെർബിയക്കാരനായ ഡീജൻ ഡോഡ്രിച്ച്. 28 വയസ്സാണ് പ്രായം. ലെഫ്റ്റ് വിങ്ങറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും കളിക്കുന്ന താരമാണ്. സെർബിയയിലെ OFK ബിയോഗ്രാഡ്, സ്പെയിനിലെ സെൽറ്റോ വിഗോ, റയൽ വയോളിഡ്, സ്ലോവാക്യയിലെ സ്ലോവൻ ബാറ്റിസ്ലാവ, പോളണ്ടിലെ സാഗ്ലെബി ലൂബിൻ, ഹംഗറിയിലെ ഹോൻവെഡ് ബുഡാപെസ്റ്റ്, തുർക്കിയിലെ ബോഡ്രംസ്പർ, സൈപ്രസിലെ എത്നിക്കോസ് അഗ്ന എന്നിവിടങ്ങളിൽ കളിച്ച താരം ഈ സീസണിലാണ് ഗോവയിലെത്തുന്നത്. FC ഗോവയുടെ മറ്റൊരു പുതിയ വിദേശ താരമാണ് സ്പെയിൻകാരനായ ഐക്കർ ഗൊറക്സാന. 31 വയസ്സാണ് പ്രായം. ഫോർവേഡാണ്. 2022-23 സീസണിൽ ഗോവയ്ക്ക് വേണ്ടി മിന്നും പ്രകടനം നടത്തിയ താരമാണ് ഐക്കർ. അടുത്ത സീസണിൽ ഐക്കർ സ്പെയിനിലെ റയൽ മൂർഷ്യ എന്ന ക്ലബിലേക്ക് പോയി. എന്നാൽ ഇക്കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി താരത്തിനെ 6 മാസത്തെ കരാറിൽ സൈൻ ചെയ്ത് തിരികെ കൊണ്ടുവന്നു. ഈ സീസണിൽ വീണ്ടും താരം ഗോവയ്ക്കൊപ്പം കളിക്കും. കരിയറിൽ അദ്ദേഹം സ്പെയിനിലെ ബാസ്കോനിയ, ബിൽബാവോ അത്ലറ്റിക്, മിറാൻഡസ്, കൾച്ചറൽ ലിയോണസ, ലോഗ്രനൈസ്, പിന്നെ ഗ്രീസ്, പോളണ്ട്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലെ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുണ്ട്. ഗോവയ്ക്കൊപ്പം 20 കളികളിൽ നിന്ന് 11 ഗോളുകളും മുംബൈ സിറ്റിക്കൊപ്പം 6 കളികളിൽ നിന്ന് 3 ഗോളുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. FC ഗോവയുടെ മറ്റൊരു പുതിയ വിദേശ സൈനിങ്ങാണ് അൽബേനിയക്കാരനായ അർമാൻഡോ സാദിക്കു. 33 വയസ്സാണ് പ്രായം. അദ്ദേഹം ഫോർവേഡാണ്. കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ ISL നേടിക്കൊടുത്ത താരം. ഡ്യൂറന്റ് കപ്പ്, പോളിഷ് കപ്പ്, സ്വിസ് കപ്പ് എന്നിങ്ങനെ നിരവധി ട്രോഫികൾ. മികച്ച മുന്നേറ്റ താരമാണ്. കരിയറിൽ ഒരുപാട് ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ലാസ് പാമാസ്, എൽബസാനി, ലെവാൻഡോ എന്നിവയൊക്കെ അതിൽ ചിലത് മാത്രം. അൽബേനിയ, സ്വിറ്റ്സർലാൻഡ്, പോളണ്ട്, സ്പെയിൻ, തുർക്കി, ബൊളീവിയ എന്നിവിടങ്ങളിലൊക്കെ നിരവധി ക്ലബ്ബുകളിൽ അദ്ദേഹത്തിന് പരിചയമുണ്ട്. കഴിഞ്ഞ സീസണിലാണ് മോഹൻ ബഗാനിൽ എത്തിയത്. ഈ സീസണിൽ അദ്ദേഹം ഇനി ഗോവൻ കുപ്പായമണിയും. കഴിഞ്ഞ സീസണിൽ 8 ഗോളുകളാണ് അർമാൻഡോ സാദിക്ക് നേടിയത്. മോഹൻ ബഗാനൊപ്പം ഡ്യൂറന്റ് കപ്പ്, ISL പ്രീമിയർഷിപ്പ് എന്നിവ നേടി. 2017-18 പോളിഷ് കപ്പ് ടോപ്പ് സ്കോററാണ് അർമാൻഡോ സാദിക്കു. FC ഗോവ നിലനിർത്തിയ വിദേശ താരമാണ് ഒഡെ ഒനിൻഡ്യ. സ്പെയിൻകാരനാണ്. 34 വയസ്സാണ് പ്രായം. സെന്റർ ബാക്കാണ്. കഴിഞ്ഞ സീസണിൽ ഗോവയ്ക്ക് പ്രതിരോധത്തിൽ അത്യുഗ്രൻ പ്രകടനമാണ് ഒഡെ ഒനിൻഡ്യ നടത്തിയത്. സ്പെയിനിലെ ബോസ്കോനിയ, ഡുറാങ്കോ, ബെരക്കാൾഡോ, ബിൽബാവോ അത്ലറ്റിക്, മെലിയ, മിറാൻഡസ് എന്നിവിടങ്ങളിലൊക്കെ അദ്ദേഹം കളിച്ചു. 2021-22 സീസണിൽ ഹൈദരാബാദ് FCയിലൂടെ ISLലെത്തി. എന്നാൽ അടുത്ത സീസണിൽ സ്പെയിനിലേക്ക് തിരികെ പോയി. 2022-23 സീസണിൽ വീണ്ടും ഹൈദരാബാദിലെത്തി. 2023 മുതൽ ഗോവയ്ക്കൊപ്പമുണ്ട് ഒഡെ ഒനിൻഡ്യ. ഗോവ നിലനിർത്തിയ മറ്റൊരു വിദേശ താരമാണ് കാൾ മക്യു. 31 വയസ്സാണ് പ്രായം. അയർലൻഡുകാരനാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡറായും സെന്റർ ലെഫ്റ്റ് ബാക്കായും ഒക്കെ കളിക്കുന്ന താരമാണ് കാൾ മക്യു. 2019 മുതൽ ISL കളിക്കുന്നുണ്ട്. 2019 മുതൽ 23 വരെ മോഹൻ ബഗാനൊപ്പം ഉണ്ടായിരുന്നു. വളരെ മികച്ച പ്രകടനമാണ് മോഹൻ ബഗാനിൽ അദ്ദേഹം കാഴ്ചവെച്ചതും. കഴിഞ്ഞ സീസൺ മുതലാണ് ഗോവയിലേക്ക് വന്നത്. ഇംഗ്ലണ്ടിലെ ബ്രാസ്ഫോർഡ് സിറ്റി, പ്ലൈമൌത്ത് ആർഗെയിൽ, സ്കോട്ട്ലൻഡിലെ മദർവെൽ എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് FC ഗോവയുടെ ഈ സീസണിലെ വിദേശ താരനിര. ഒഡെ ഒനേൻഡ്യ നിലനിർത്തിയതും അർമാൻഡോ സാദിക്കുവിനെയും ഐക്കർ ഗൊറക്സനെയും സൈൻ ചെയ്തതും FC ഗോവയുടെ നേട്ടങ്ങളായി പറയാം.